ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമ്മുടെ രാജകുമാരി ഉറങ്ങി എണീറ്റ് ചായ കുടിക്കാൻ റെഡി ആയിട്ടോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നെന്തോ ചായ കുടിക്കാൻ മുമ്പൊന്നും വാങ്ങിച്ചില്ല. പിന്നെ പാപ്പി ചായ കുടിക്കടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചായയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇതാണ്ട കൈയൊക്കെ നീട്ടി ഗ്ലാസ്സൊക്കെ നോക്കി കൈയൊക്കെ നീട്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ച് ചായ കുടിക്കണം. പല്ലൊക്കെ തേച്ചിട്ടാണ് വന്നിരിക്കണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ നോക്കുന്ന സമയത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അവിടെയൊക്കെ വൃത്തിയാക്കിയത് ചപ്പൊക്കെ കുറേ കത്തിച്ചു. പിന്നെ കുറേ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടായപ്പോൾ കത്തിക്കാൻ പറ്റിയില്ല. പിന്നെ സന്ധ്യാസമയം ഇരുട്ടണ വരെ ഇതിൻ്റെ പിന്നാലെ നിന്നിട്ടുണ്ടായിരുന്നു. രാവിലെയൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര വെയിലായിരിക്കും. പിന്നെ തീൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും കൂടി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വെയിലത്തൊക്കെ ഇങ്ങനെ നിന്നതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഒരു പല്ല് വേദനിച്ചിട്ട് മുഖം മൊത്തം വീങ്ങിക്കിടക്കുകയാണ്. ഇന്നലെയൊക്കെ ഭയങ്കര ഇതായിരുന്നു, പറയാൻ പറ്റാത്ത അത്രയും വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു മുഖം വീങ്ങിയിട്ടേ. ഇന്ന് വീഡിയോയിൽ കാണുമ്പോഴും അറിയാൻ പറ്റും മുഖം നന്നായി വീങ്ങിയിട്ടുണ്ട്. വേദന കമ്മിയായിട്ടുണ്ട്, പക്ഷെ നല്ല വീക്കം നീർക്കെട്ടുണ്ട്. എന്താണെന്നറിയില്ല, വെയിലത്ത് നിന്നത് കൊണ്ടോ എന്തോ അറിയില്ല. അങ്ങനെ നമ്മുടെ പാപ്പി കുളിയൊക്കെ കഴിഞ്ഞ് ഇതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, കുറേ പേര് ചോദിച്ചു വീട് പണി എന്തായെന്നും ചോദിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഫോട്ടോ വരെ ഞാൻ ഇട്ടതായാലും വീടിൻ്റെ പണി ഏകദേശം കഴിയാറാവണം. അവർ പറഞ്ഞ രീതിക്ക് കഴിയാറാവണമെന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് നിലം കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കബോർഡ് അടിക്കാനുണ്ട്. പിന്നെയും കുറേ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. കറണ്ട്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനുള്ളൊരു ബെൻഡിങ് കൊണ്ട് അങ്ങനെ ഇപ്പോൾ ഇതായിരിക്കും. നില വിട്ട് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. ഏകദേശം ഈ വെള്ളവും കറണ്ടും ഇതെല്ലാം സെറ്റായ ശേഷം മാത്രം നമ്മൾ വീട് ഓപ്പണിങ് 2 ദിവസം പോയി ഇരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. വീടവിടെ ശരിയായാലും നമ്മളിവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു കാരണവശാലും മുടങ്ങി പോകാൻ പാടില്ല. എന്താ ചോദിച്ചാൽ പാപ്പിക്ക് ഓരോ മാറ്റങ്ങളും ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും അത് ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട് പണി നടന്ന് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നാട്ടിൽ പോയാൽ, നമ്മുടെ നാടെന്ന് പറഞ്ഞൊരു 2 ദിവസമോ 10 ദിവസമോ പോയിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ഉത്സവം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോയിരിക്കുക. ഇപ്പോഴാണെങ്കിൽ തീരെയും അവിടെ നമ്മളൊക്കെ പോയിട്ട് വർഷമായി. പോവുക, ഒരു ദിവസം ഇരിക്കുക, ഒന്നും ചെയ്യാറില്ല. ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ അങ്ങനെയാണ് വീടിൻ്റെ കാര്യം നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം വേഗം ശരിയാവാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ വീട് പണി ഇത്രയെങ്കിലും ആയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് എന്താകും എന്ന് ചിന്തിച്ച് കണ്ണീരോടെ തുടങ്ങിയ വീടായിരുന്നു. കുഞ്ഞു വീടാണെങ്കിലും അത് എന്നെ സംബന്ധിച്ച് എൻ്റെ എന്താ പറയുക, ആഗ്രഹം, മോഹം, സ്വപ്നം, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കുക, അതിന് അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയതാണ്. മഴയും വെയിലും കൊണ്ട് കിടന്ന എലിനെയും പാമ്പിനെയും പേടിക്കാതെ കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുന്നതിന് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ രാവിലെ ദോശയൊക്കെ കഴിച്ച്, ദോശയായതുകൊണ്ട് പാപ്പിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആൾക്ക് ഇഡ്ഡലിയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇവൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് വെറുക്കോളം അതിനോടായിരിക്കും ഇഷ്ടം. അത് വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കില്ല. പച്ചരി ദോശ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതാ പാപ്പിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കുമുള്ള ചോറാണ്. അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ചോറൊന്ന് തിളച്ച് കഴിഞ്ഞ് പിന്നെ ഈ തീൻ്റെ കനൽ അടുപ്പിൽ വയ്ക്കണത് എന്താ ഒരു ഉപകാരം ചോദിച്ചാൽ, നമ്മൾ ഗ്യാസ് വെറുതെ വേസ്റ്റായി പോവില്ല. ഈ തീ കനലിൽ തന്നെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തിളച്ച് അങ്ങനെ വെന്തുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലൊരു ഉപകാരമുണ്ട്. പിന്നെ വിറകൊക്കെ നമ്മൾ അന്ന് വാങ്ങിച്ചതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കി പെറുക്കി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കുറേ ദിവസത്തേക്ക് വിറകൊക്കെ ആയിട്ട് പാപ്പി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കുറച്ച് സമയമായി നിർത്തിയിട്ട് നിർത്തില്ല. ഞാന് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാട്ടോ. അതിനൊന്നും അതിന് എത്ര നേരമായി ഞാൻ നിൽക്കണേ? പാപ്പിയല്ലേ, ഒന്ന് എടുത്തൂടെ? പാപ്പിനെ എടുക്കണം. പാപ്പിനെ എടുക്കണം. പാപ്പി കുറച്ച് നേരം നിൽക്ക്. എത്ര നേരം ഇരിക്കും? കുറച്ച് നേരം നിൽക്കണം.
നിൽത്തില്ല നിൽത്തില്ല എന്ന് പറയാൻ പാടില്ല, നിൽക്കണം. കുട്ടികൾ അങ്ങനെയാണ്. കുറച്ച് നേരം നിൽക്കണം, കുറച്ച് നേരം കളിക്കണം, കുറച്ച് നേരം വാവോങ്ങണം, പിന്നെ മാമു കഴിക്കണം. എന്താ പാപ്പി? അപ്പോൾ കുറേ സമയമായി ഇങ്ങനെ നിർത്തിയിട്ട്. അപ്പോൾ ഞാൻ കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കിയതൊക്കെ കൊണ്ട് ഉണങ്ങാനിട്ട് അങ്ങനത്തെ ഇതൊക്കെ ഈ സമയം 1 മണിയായി. ചോറൊക്കെ പോയി ഊറ്റിയിട്ട് വന്നു. അങ്ങനെ കുറേ പണികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഏകദേശം ഒരു അരമണിക്കൂറാകും നിർത്തിയിട്ട്. ഇനി ഒരു അരമണിക്കൂർ കൂടി നിർത്തിയിട്ട് എടുക്കാം അല്ലേ പറയ്. അപ്പം അടുത്ത ആൾ പോയിട്ടുണ്ടെങ്കിൽ എന്നെ എടുക്ക് പറയും. അതുകൊണ്ട് അടുത്ത ആരും പോവില്ല. ഇവിടെ നിർത്തുന്ന സമയത്ത് ആര് വീട്ടിലുണ്ടെങ്കിലും ഇവിടെ അടുത്ത് പോവില്ല. പോയിട്ടുണ്ടെങ്കിൽ എന്നെ എക്ക് പറയും. അപ്പോൾ അവർക്ക് സങ്കടം തോന്നി എടുക്കും. ഞാൻ ചീത്ത പറയും. അതുകൊണ്ട് ആരും അടുത്ത് പോവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക കിടക്കുക ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടക്കുന്നു. പിന്നെ പാപ്പിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് തൊടിയിൽ നമുക്ക് കറിവേപ്പില കുറച്ച് പൊട്ടിച്ചിട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും അവരാണ് കേട്ടോ തരിക. കറിവേപ്പില പൊട്ടിക്കണ സമയത്ത് അവർ നമുക്കും ചേർത്ത് പൊട്ടിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വളപ്പിൽ പപ്പായയുണ്ട്, വാഴയുണ്ട്, അതുപോലെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കേണ്ട സാധനം ഒരു നേരം ഇല്ലെങ്കിൽ നമുക്ക് ഒരു പപ്പായയോ അങ്ങനെയൊക്കെ പറിച്ച് കറി വയ്ക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ കറിവേപ്പിലയില്ല. അപ്പോൾ നമുക്ക് അവർ വരുന്ന സമയത്ത് കുറച്ചിങ്ങനെ പൊട്ടിച്ച് തരും. അപ്പോൾ ഞാൻ അതിനെ ഒരു ബോക്സിൽ ഇങ്ങനെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരു 2-3 ആഴ്ചയൊക്കെ ഇങ്ങനെ വാടാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും നിൽക്കും. നമ്മുടെ പാപ്പിക്ക് കറിവേപ്പിലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പച്ചയ്ക്ക് തിന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത സാധനമാണ്, പക്ഷേ പാപ്പിനെ സംബന്ധിച്ച് അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ കറിവേപ്പിലേക്ക് എടുക്കുന്ന സമയത്ത് 1-2 അതിൻ്റെ കുലുന്ത് നോക്കിയിട്ട് വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അവൾ കഴിക്കുകയും ചെയ്യും. രോഷിക്ക് ക്ലാസ് ഉണ്ട്, രോഷി പോയി. പിന്നെ വിശേഷം പറയുകയാണെങ്കിൽ എന്താണ്, വൈകുന്നേരത്തേക്ക് ഇനിയും കുറച്ചധികം പണിയൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കുക. നമ്മൾ അവിടെയാണെങ്കിൽ പാലക്കാടൊക്കെ ആണെങ്കിലേ നമുക്ക് കറിവേപ്പില അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ പോണ സമയത്ത് നമ്മുടെ ബാക്കിൽ തോടൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ പോണ സമയത്ത് കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് കൊണ്ടുവരും. ഇവിടെ വന്നപ്പോഴാണ് ഓരോ സാധനത്തിൻ്റെയും കിട്ടാതിരിക്കണതിൻ്റെ ഉള്ളത് അറിയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇല്ല. ബാക്കി എന്നതിനും കുഴപ്പമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജീവിതം ഇവിടുത്തെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും സമാധാനത്തോടു കൂടി ഇരിക്കണത് ഇവിടെ തന്നെയാണ്. അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കുകയല്ല, എന്നാലും നമ്മൾ വന്ന വഴി കൂടെ ഒരു തിരിച്ചു നോട്ടം എന്ന് പറയില്ലേ, അതേപോലെ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപ്പി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാപ്പിക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പാപ്പി ഇന്ന് ഓക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അതിനുള്ള വഴിയോ ഗതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നൊന്നും ചെയ്തു കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പാപ്പി എൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാനും പൊട്ടിക്കാത്ത താ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രോഷി വരാറായിട്ടുണ്ട്. അപ്പോൾ പാപ്പി അവിടെ ഇരുന്നിട്ട് രോഷിയെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചേച്ചി വരും പാപ്പി, 5 മണിയാവണം പാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കൊമ്പൊക്കെ പിടിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എടുത്ത് താഴെ ഇടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും. അച്ഛന് ഇപ്പോൾ ഇത്തിരി പണി കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവിടെ തന്നെയുണ്ട്. പാലക്കാട് പണി ഉണ്ടായിരുന്നു, പോയിട്ട് ഒരു 10-15 ദിവസത്തോളമൊക്കെ ഇരുന്നിട്ടാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടുത്തെ പണി കമ്മിയാവുന്ന സമയത്ത് അവിടെ പണിയുണ്ടെന്ന് പറയുമ്പോൾ അവിടെ പോവും, അവിടെ പണിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും പണിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എവിടെയാണെങ്കിൽ. പിന്നെ അത്യാവശ്യം നമുക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്ന് ഇതൊക്കെ ചെയ്തിട്ടല്ലേ പോവുക. അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തെവിടെയും പോകാറുമില്ല. അങ്ങനെ കറിവേപ്പിലേക്ക് ഒരു ബോക്സിലാക്കി വെച്ച ശേഷം ഞാൻ പോയി നോക്കി. അപ്പോൾ ഞങ്ങൾ അലക്കിയിട്ട് തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് മടക്കി വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കണം. കുറേ പേര് ചോദിക്കും, നിങ്ങൾ അമ്മയും മോളെല്ലാം ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇങ്ങനെ തനിച്ചിരിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് സമയം പോകുക എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയുള്ള എൻ്റെ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാകും ഭിന്നശേഷി കുട്ടികൾ. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അധികം പേരെ കാണാൻ സാധിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും 1-2 കുട്ടികളെ കണ്ടാലായി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു വീട്ടിൽ ഒരു ഭിന്നശേഷി കുട്ടി എന്ന നിലയ്ക്കൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാണാറുണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് പ്രാന്തെടുത്ത് എന്താ പറയുക മെൻ്റലി ഭയങ്കര ഇതായിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നായിക, ഭക്ഷണം കഴിക്കാൻ തോന്നായിക, കുളിക്കാൻ തോന്നായിക, ഒന്നിനോടും ഒരു അടുപ്പമില്ലാത്തൊരു രീതിയായിരിക്കും. പിന്നെ നമ്മൾ ഈ ജീവിതവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊരു ബാധ്യതയായി തോന്നില്ല, നമ്മുടെ ഒരു ഇതായി തോന്നും. പിന്നെ നമുക്ക് ഒന്നിനും സമയം തികയില്ല എന്നതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണി വരെ ഞാനും പാപ്പിയും മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരും പോയി കുളിക്കാൻ തന്നെ പാപ്പി ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ പാപ്പിനെ വെച്ച് ഇവിടെ വന്നിരുന്നിട്ട് പറ്റാവുന്ന കുഞ്ഞു കുഞ്ഞു പണികൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മടക്കി വയ്ക്കുക, അങ്ങനത്തെ പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ പാപ്പീൻ്റെ അടുത്തായി സംസാരവുമായി അവളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കും. ജീവിതം അങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോവും. അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ നമുക്ക് അതൊരു ബോറടി ആയിട്ടോ ടി വി കാണണമെന്നോ അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റാത്തതിൽ സങ്കടമോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയില്ല. നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് മുന്നൊക്കെ അയ്യോ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ, പോയിട്ട് ഇവളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ നോട്ടവും കുത്തുവാക്കും അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടി തളർന്നു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പോവാതെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചുമൂടി ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ അവർ കാണേണ്ടതും കേൾക്കേണ്ടതും ആസ്വദിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ അവർ എങ്ങനെ പറയുമോ, കാണുന്നവരെന്ത് പറയുമോ എന്നുകൊണ്ട് നമ്മൾ മാറിയിരിക്കുന്നത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ദൈവം ഒന്നും കാണാതെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ തരില്ലല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇത് കാണും. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും വിഷമം വിചാരിക്കാതെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, അവർ ഹാപ്പിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 4 മണിക്ക് ചായയൊക്കെ കുടിച്ച് ജോഷി വന്ന് ചായയൊക്കെ വെച്ച് കൊടുത്ത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ല രാവിലെ കുറേ ചപ്പ അവിടെ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ പോയി കത്തിച്ചു വിട്ട് ഇനിയിപ്പോൾ കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ട്, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.